ഒരു 50 വയസ്സ് 45 വയസ്സിന്റെ മുകളിലുള്ളവരൊക്കെ അക്കാലത്ത് ഉമ്മമാര് പ്രസവിച്ചത് എവിടെയാണ്? അവരുടെ വീട്ടിലാണ്. പക്ഷെ ഇന്ന് ഗർഭമുണ്ടായത് മുതൽ ട്രീറ്റ്മെന്റ് ആരംഭിക്കുകയാണ്. പ്രസവിക്കുന്നത് എവിടെയാണ്? ഉന്നതമായ ഫെസിലിറ്റീസുള്ള ഹോസ്പിറ്റലുകളിലാണ്. സുഹൃത്തുക്കളെ, ഞാനും ഒരു ഹോസ്പിറ്റൽ നടത്തുന്ന മതപണ്ഡിതനാണ്. 10-75 ഡോക്ടർമാരും 100-400 സ്റ്റാഫുമുള്ള ഒരു ഹോസ്പിറ്റൽ ഞാനും കഴിഞ്ഞ 16 കൊല്ലമായി നടത്തുന്നുണ്ട്. ഈ വാദിന്റെ മജ്‌ലിസിൽ വന്ന ഉമ്മമാരോട് എനിക്ക് ഒരു രഹസ്യം പരസ്യമായിട്ട് പറയാനുള്ളത്, ഹോസ്പിറ്റലുകാരുടെ കഞ്ഞുടി മുട്ടിക്കാനല്ല, ഡോക്ടർമാരെ വെല്ലുവിളിക്കാനുമല്ല. പ്രസവം ഒരു രോഗമല്ല. രോഗത്തിനെ ചികിത്സ ആവശ്യമുള്ളൂ. പ്രസവം രോഗമല്ല. പ്രസവം 9 മാസവും 10 ദിവസവും തികച്ച് ഒരു കുട്ടി ഗർഭപാത്രത്തിൽ കടന്നാൽ ഓട്ടോമാറ്റിക്കലി ആ സാധനത്തെ പുറത്തേക്ക് തള്ളാനുള്ള തൽക്കെന്ന് പറയുന്ന കൊഴുത്ത ദ്രാവകം അവരുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ അല്ലാഹു തആല വെച്ചു കൊടുത്തിട്ടുണ്ട്. അതങ്ങ് പൊട്ടും. ആ ദ്രാവകം അങ്ങ് പൊട്ടി ഗർഭപാത്രത്തിൽ കുട്ടിയും കൂടി മിക്സറായാൽ ആ വഴുവഴുപ്പോടെ കൊഴുകൊടുപ്പോടെ ഈ കുട്ടി ഇങ്ങോട്ട് കീപ്പോട്ട് തള്ളി വിടപ്പെടും. ഇതാണ് പ്രസവം. ഇത് നേച്ചുറലാണ്. ഇത് പ്രകൃതിയാണ്. ഇത് അല്ലാഹുവിന്റെ ഖുദ്റത്താണ്. ഇതിന് ഡോക്ടറുടെ സഹായം ആവശ്യമില്ല. മിഡ് വൈഫ് വേണ്ട, മറ്റേ നേഴ്സ് വേണ്ട, ഇതിന് MBBS വേണ്ട, DGO വേണ്ട, MD ഗൈനക്കോളജിസ്റ്റ് വേണ്ട, ഇതിനാരും വേണ്ട. അതിന്റെ തെളിവാണ് നമ്മളൊരു 50 കൊല്ലം മുമ്പ് നമ്മളെ പ്രസവിച്ചതോടെ വീട്ടില്ല. പക്ഷെ അന്ന് ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്താ സപ്പോർട്ട്? പ്രസവത്തിന് വേണ്ടി ഉമ്മാക്ക് വേദന വന്നാൽ, നൊമ്പലം വന്നാൽ, പ്രസവവേദന തുടങ്ങിയ പ്രസവവേദന മരണത്തിന്റെ നേർപകുതി വേദനയാണെന്ന് പ്രസവത്തിന്റെ വേദന ചില്ലറയില്ല. അതുകൊണ്ടാണ് പ്രസവത്തിന്റെ വേദനയിൽ ഒരു പെണ്ണ് മരിച്ചാൽ അവൾ ദുനിയാവിലെ ഷഹീദാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പ്രസവത്തിന്റെ വേദന മരണത്തിന്റെ വേദനയുടെ നേർപകുതിയാണ്. അങ്ങനെ നമ്മളെയൊക്കെ നൊന്ത് പ്രസവിച്ച ഉമ്മമാരെ ആ വേദനയൊന്ന് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുകയില്ല. ആവട്ടെ, അന്ന് 50 കൊല്ലം മുമ്പേ നമ്മുടെ ഉമ്മമാര് നമ്മളെ പ്രസവിക്കുമ്പോൾ ഒരു ഡോക്ടറും ഇല്ല, എഞ്ചിനീയറും ഇല്ല, ഒരു നേഴ്സും ഇല്ല, ഒരു മിഡ് വൈഫും ഇല്ല. അന്ന് അവര് ചെയ്തിരുന്ന, അവരുപയോഗിച്ചിരുന്ന ആ മരുന്നെന്താ? എന്താണ് മോനെ പ്രസവിക്കാൻ വേണ്ടി ചെയ്തിരുന്ന മരുന്നെന്താ? ആ വീട്ടിലെ വിവരമുള്ള പെണ്ണുങ്ങള്, ആ വീട്ടിലെ വിവരമുള്ള ആളുകള് മൗലിദ് കിതാബ് എടുക്കും. എന്നിട്ടോ പ്രസവവേദന കൊണ്ട് വിഷമിക്കുന്ന പെണ്ണിന്റെ തലയ്ക്ക് ഭാഗത്തിരുന്നിട്ട് ചൊല്ലാൻ തുടങ്ങും. ബിസ്മിൽ മുഹൈമിനി അബ്തദീഹിം ലായി വബിഹംദിഹി ശുക്റൻ അലൽ നഇമായി വബിഹംസതൽ കറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വ സയ്യിദിശ് ശുഹദായി എന്നിങ്ങനെ ബദരീങ്ങളുടെ പേര് ചെല്ലാൻ തുടങ്ങും. എന്നിട്ടും പ്രസവം നിന്നുപോയാലോ ഇസ്മിയും ഹംദും സലാത്തും ബിൻദീരി പിന്നെ ബില്ലിനെ ഫീസത്തുമാല ഞാൻ തുടങ്ങിയിടുന്ന് പള്ളിയെ കാനക്ക് സുഹറ വിക്ക് 3-ാമത്തെ പേരെ മകലാകുമേ ബീബിനെ ഫീസത്തെ ബീബി റളിയല്ലാഹു അൻഹയുടെ മാല ചൊല്ലുകയാണ്. അതുകൊണ്ടാണ് 1999 ജനുവരി 20-ാം തീയതി കേരളത്തിൽ പ്രസിദ്ധീകരിച്ച മനഃശാസ്ത്രം എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയത് പ്രസവിക്കുന്ന പെണ്ണിന് വേണ്ടത് മിഡ് വൈഫല്ല, ഡോക്ടറല്ല, ഇഞ്ചക്ഷനല്ല, ഗ്ലൂക്കോസ് അല്ല, ലേബർ റൂമല്ല, ഓപ്പറേഷൻ തിയേറ്റർ അല്ല. പ്രസവിക്കാൻ വേണ്ട പെണ്ണിന് വേണ്ടത് മനസമാധാനമാണ്. മനസമാധാനമുള്ള പെണ്ണ് സ്വാഭാവികമായി പ്രസവമുണ്ടാകും. മനസമാധാനം കിട്ടാൻ എന്ത് വേണം? മനസമാധാനം കിട്ടാൻ എന്ത് വേണം? നമ്മുടെ ഭാര്യ പ്രസവിക്കാൻ പോകുമ്പോ ലേബർ റൂമിലേക്ക് പോകുമ്പോ ഭർത്താവ് പിരിയുന്നു എന്ന് പറയാം. എനിക്ക് വേണ്ടത് ആണാണ്. ആൺകുട്ടിനെ നീ പ്രസവിച്ചാൽ നിനക്ക് നല്ലൊരു കോംപ്ലിമെന്റ് മിനിമം 50 പവൻ ഞാൻ തരും.
അതോടുകൂടെ അവളുടെ പ്രസവം അവിടെ സ്റ്റക്കാവും. കാരണം ഭക്ഷവനെ പെൺകുട്ടി അയാളുടെ ഭർത്താവിന് ഇഷ്ടപ്പെടില്ലല്ലോ, മനസ്സിൽ ബേജാറ് കൂടിയാൽ പ്രസവം നീണ്ടുപോകും. ഈ കോംപ്ലിമെന്റ് പറഞ്ഞാൽ ആ പെണ്ണിന് പ്രസവം കിട്ടുമോ? ഇല്ല. നേരെ മറിച്ച് അവളെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോ പിന്നെന്ന് ഭർത്താവ് പറയാണ്, വലിയ കണക്ക് സുഹറാബിക്ക് മൂന്നാമത്തെ പേര് മാകേളാകുമേ ബീബിനെ ഫീസത്തെ. ജീവിതത്തിൽ ഒരു ഖബർ തുറന്നിട്ട് ആ ഖബറിന്റെ ഉള്ളിൽ കയറിയിരുന്നിട്ട് 10,000 ഖത്തം ഓതി തീർത്ത ചരിത്ര പ്രസിദ്ധമായ വനിതയാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. വലിയ ആബിദത്താണ്, വലിയ സാഹിദത്താണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വരെ മരിക്കുന്നതിന്റെ മുമ്പ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത വനിത നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയാണ്. ആ നഫീസത്തുൽ മിസ്രിയയുടെ പേര് പറഞ്ഞിട്ട് പറയാണ് ഭർത്താവ്, നീ ലേബർ റൂമിൽ പോക്ക്, ഞാൻ നഫീസത്തുൽ മിസ്രിയക്ക് യാസീൻ ഓതിയിട്ടുണ്ട്, ഞാൻ നഫീസത്തുമാല ചൊല്ലിയിട്ടുണ്ട്, ഞാൻ നഫീസത്തുൽ മിസ്രിയയുടെ പേരിൽ ഫാത്തിഹ ഓതിയിട്ടുണ്ട്, എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഞാൻ പായാട്ടങ്ങളെ വിളിച്ചിട്ട് സലാത്തിലേക്ക് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പായാട്ടങ്ങളും പാപ്പാനെ വിളിച്ചിട്ട് സലാത്ത് മജ്‌ലിസിൽ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോ പെണ്ണിന്റെ മനസ്സിന് സന്തോഷം വരികയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനുഷ്യന്റെ ഹൃദയത്തിന് സമാധാനം കിട്ടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് ദിക്ർ മാത്രമാണ്, അത് ദിക്ർ മാത്രമാണ്, അത് സലാത്ത് മാത്രമാണ്, അത് ഔലിയാക്കളെ സ്മരിക്കൽ മാത്രമാണ്, അത് അമ്പിയാക്കളെ സ്മരിക്കൽ മാത്രമാണ്. അങ്ങനെയാണ് നമ്മുടെ വാപ്പകാരണവന്മാര് നമ്മൾക്കൊക്കെ രൂപം നൽകി ജന്മം നൽകിയത്. ഒരാശുപത്രിയിൽ പോയിട്ടില്ല, ഒരു ഡോക്ടറെയും കണ്ടിട്ടില്ല. അത് കാണണ്ടെന്ന് ഞാൻ പറയലാണ്. ആശുപത്രിയിലും മെഡിക്കൽ സയൻസിനെന്ന് വെല്ലുവിളിക്കല്ല. രോഗം വന്നാൽ ചികിത്സിക്കണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ചികിത്സ വേണം. പക്ഷെ ആ റസൂലുള്ളാഹി തന്നെ മന്ത്രിക്കാൻ പറഞ്ഞിട്ടുണ്ട്, വനനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഖുർആൻ കൊണ്ട് മാറാത്ത, ഖുർആൻ കൊണ്ട് ഭേദമാവാത്ത ഒരു രോഗവും അല്ലാഹു തആല ഈ ലോകത്തേക്ക് ഇറക്കിയിട്ടില്ല. അല്ലാഹുവിന്റേതാണ് ഖുർആൻ, അല്ലാഹുവിന്റേതാണ് ദീന്, അല്ലാഹുവിന്റെ ഹബീബാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ വിളിച്ച് ദുആ ചെയ്താൽ, ആ ഖുർആൻ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ, ആ ഖുർആൻ കൊണ്ട് മന്ത്രിച്ചാൽ മാറാത്ത രോഗമില്ല, കിട്ടാത്ത മുറാദുകളില്ല. അതിൽ നമ്മൾ ആത്മാർത്ഥമായി വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ റജബ് മാസത്തിൽ നേരത്തെ അവിടെ പറഞ്ഞ പോലെ അള്ളാഹു നമുക്ക് അനുഗ്രഹത്തിന്റെ പറുദീസകൾ വാരി വിതറിയ മാസമാണ്. ഈ മജ്‌ലിസ് രോഗശമനത്തിന് മാത്രമുള്ള ഒരു മജ്‌ലിസല്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഈ മജ്‌ലിസ് ഒന്ന് ദുആ ചെയ്യുമ്പോൾ ലോകത്ത് കഷ്ടത അനുഭവിക്കുന്ന, പീഡനം അനുഭവിക്കുന്ന, വിഷമം അനുഭവിക്കുന്ന ലോകത്തിന്റെ നാനാഭാഗത്തും പാവപ്പെട്ട മുസ്ലിങ്ങൾ പെട്ടെന്ന് മരിക്കപ്പെടുന്നു, ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു, ഒരു കാരണവുമില്ലാതെ കൊല ചെയ്യപ്പെടുന്നു. അങ്ങനത്തെ വേവലാതികളും വിഷമങ്ങളും ലോകത്തിന്റെ നാനാഭാഗത്തും നടക്കുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളുടെ ഈ മഹത്വമായ ബർക്കത്തുള്ള ദുആക്ക് ഇജാബത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സദസ്സിൽ നിന്ന് ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ ബഹുമാനപ്പെട്ട തങ്ങളവർകൾ നടത്തുകയാണ്. ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആയാണ് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ നടത്തുന്നത്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മറ്റു മതസ്ഥരും ഈ സദസ്സിലേക്ക് മുറാദുകൾ പറഞ്ഞുകൊണ്ടുവരികയാണ്. കോഴിയെ കൊണ്ടുവരുന്നവരുണ്ട്, ആടിനെ കൊണ്ടുവരുന്നവരുണ്ട്. അവരുടെയൊക്കെ ദുന്യവിയായ കാര്യങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ടവരുടെ ഈ മജ്‌ലിസിൽ വെച്ച് ദുആ നടത്തപ്പെടുമ്പോൾ അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, റജബിന്റെ പ്രത്യേകത നമുക്കറിയാം. ഈ മാസത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്ഭുതങ്ങളുടെ അത്ഭുതം നമുക്ക് സമ്മാനിച്ച മാസമാണ്. ശാസ്ത്രം ഇന്ന് എത്ര വരെ എത്തിയെന്നറിയോ? നമ്മളിവിടെ ബായാർ മജ്‌ലിസ്, സലാത്ത് മജ്‌ലിസ് ലൈവായി അപ്പുറത്തെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പൊക്കെ വെച്ചിട്ട് ലൈവായി എത്രയോ മീഡിയകൾ ഓൺലൈനിലൂടെ ഈ സലാത്തിനെ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൺലൈനിലൂടെ ഈ സലാത്ത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും നാനാഭാഗത്തേക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ കണ്ടുപിടുത്തം. പണ്ട് ഞാനൊക്കെ ബായാറിൽ ഒരു 30 കൊല്ലം മുമ്പേ, എനിക്ക് ചെറിയ പ്രായം 50 വയസ്സുള്ള വലിയ പ്രായമല്ല, ഒരു 30 കൊല്ലം മുമ്പ് എനിക്ക് 20 വയസ്സുള്ളപ്പോൾ ഞാനിവിടെ വാതിൽ വരുമ്പോ ഒരു നല്ല മൈക്ക സെറ്റ് പോലും കിട്ടാത്തൊരു കാലഘട്ടം. 2 വട്ടം ഒച്ചട്ട ആ മൈക്കട ആവണി ഭാഗത്ത് എന്റെ മൈക്കല്ലാതെ വേദ പറഞ്ഞ പോയ എത്രയോ സ്റ്റേജുകളിൽ
നമ്മുടെ ഉസ്താദുമാര് മൈക്കന്നെ കാണാതെ എന്ന് പറഞ്ഞവരാ. ബഹുമാനപ്പെട്ട വാണിയമ്പൽ അബ്ദുറഹിമാൻ മുസ്ലിയാർ, ഇ.കെ. ഹസൻ മുസ്ലിയാർ, മതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അള്ളാഹു അവരൊക്കെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. അവരൊക്കെ മൈക്കില്ലാതെ നേരം വെളുക്കോളം ഒരു കട്ടൻ ചായ മാത്രം കുടിച്ച് വയത് പറയാം മഹാപണ്ഡിതനാണ് മഹാനായ ഇ.കെ. ഹസൻ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ കാസർഗോഡ് ജില്ലയിലെ ഖാദിയായിരുന്നു. പഴയകാല സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്കറിയാം, കാസർഗോഡ് ജില്ലയിലെ ഖാദിയായിരുന്ന ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാർ ഒരു കട്ടൻ ചായ മാത്രം കുടിച്ച് സുബഹി വരെ വയത് പറഞ്ഞിരുന്ന മഹാനാണ്. വലിയ പണ്ഡിതന്മാരാണ്. അപ്പോ ടെക്നോളജി ഇപ്പോഴും വികസിച്ചു. ഇവിടെ നടക്കുന്ന സലാത്ത് ദുബായിൽ നിന്ന് കാണാം, ഖത്തറിൽ നിന്ന് കാണാം, അമേരിക്കയിൽ നിന്ന് കാണാം, ആഫ്രിക്കയിൽ നിന്ന് കാണാം. അന്റാർട്ടിക്കയിൽ ഇരുന്നിട്ടും ഈ സലാത്ത് ലൈൻ നിങ്ങളുടെ കയ്യിലുണ്ടോ കാണാം. ലോകം പുരോഗമിച്ചു അല്ലേ? റജബ് മാസം എന്തിന്റെ മാസമാണ്? ബറക്കത്തിന്റെ മാസമാണ്, അത്ഭുതത്തിന്റെ മാസമാണ്. ഈ മാസം 27-ാം രാവിനാണ് ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്ന 2 സംഭവങ്ങൾ ഉണ്ടായത്. നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാനതിന്റെ എക്സ്പ്ലാനേഷനിലേക്ക് പോണില്ല. അതിന്റെ മെറിറ്റ് മാത്രം എടുത്തുകൊണ്ടൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. മനുഷ്യൻ ഇന്ന് കണ്ടുപിടിച്ച് എവിടം വരെ എത്തിയെന്നറിയോ നിങ്ങള്? മനുഷ്യന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താണ്? അമേരിക്ക പറയുന്നു 2050 ഈ ലോകത്ത് ആരും മരിച്ചാലും ഞങ്ങൾ അവരെ ഹയാത്താക്കും. ആരാ പറയുന്നത്? അമേരിക്ക. കുറച്ചു കാലം കൂടി ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ 2050 വരെ നമ്മൾ എത്തുമെന്ന് തോന്നില്ല. പലരും ആഫിയത്തുള്ള ദീർഘായുസ് ദീനിന്റെ ഖിദ്മത്തിലായിട്ട് അമേരിക്ക ദീർഘായുസ് വെറുതെ കിട്ടിയിട്ട് കാര്യമില്ല. മുസീബത്ത് ഒപ്പിക്കാനാണെങ്കിൽ പിന്നെ ഉള്ള ആയുസിൽ അവസാനിക്കണം നല്ലത്. ദീർഘായുസ് തരുന്നതെന്തിനാണ്? അള്ളാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യണം. തങ്ങൾക്ക് 30-35 വയസ്സായപ്പോഴേക്കും അള്ളാഹു വലിയ ദറജയാണ്. ഇത്രയും പാരാവാരങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നാളെ മഹ്ശറയിൽ ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, എന്റെ പേരിൽ ഏറ്റവും അധികം സലാത്ത് ചൊല്ലിയവനാണ് എന്റെ അടുത്ത് സ്ഥാനമെന്ന് പറയുമ്പോ സയ്യിദ് അബ്ദുറഹിമാൻ ഇബ്ബിച്ചിക്കോയ തങ്ങൾ, ബായാർ ബുഖാരി തങ്ങൾ ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ വലഭാഗത്ത് വെക്കുന്നുണ്ടാകും. ലാ ശക്ക വലാ റൈബ ഖത്ഇൽ ഖത്അ. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് ചൊല്ലിയവർ ഏത് ലക്ഷ്യത്തിൽ സലാത്ത് ചൊല്ലിയാലും സലാത്ത് മഖബൂല. ചില ആൾക്കാർ പറയും ഇത് ആളാവാൻ വേണ്ടിയുള്ള സലാത്താണ്. ചിലർ പറഞ്ഞവരുണ്ടാവും. എന്താണ് വാട്സപ്പിൽ കണ്ടു, നമ്മുടെ ആൾക്കാർ ചെല്ലുന്ന സലാത്തിന് മാത്രമേ നിങ്ങൾ പോകാവൂ, മറ്റു സലാത്തിന് പോകാൻ പാടില്ല. ഇന്നാലില്ലാതെ ആരെയും നമ്മുടെ ആൾക്കാർ നമ്മളൊക്കെ ഒന്നല്ലോ. നമ്മളൊക്കെ രണ്ടാണെന്ന് പഠിപ്പിക്കുന്നതല്ലേ ഏറ്റവും വലിയ വിവരക്കേട്. നമ്മളൊക്കെ ഒന്നല്ലേ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഒന്നല്ലേ? അക്കാര്യത്തിൽ 2 എണ്ണമുണ്ടോ? 4 മദ്ഹബ് ഇവിടെയുണ്ട്. മദ്ഹബിന്റെ ഇടയിൽ എത്ര തർക്കമുണ്ട്? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെയും മാലിക് ഇമാമിന്റെയും ഷാഫി ഇമാമിന്റെയും അഹ്മദ് ഇബ്നു ഹംബലിന്റെയും ഇടയിൽ ലക്ഷക്കണക്കായ മസലകളിൽ തർക്കമുണ്ട്. വലിയവരായ അന്യവരായ സ്ത്രീ പുരുഷന്മാരെ തൊഴിൽ തൊട്ടാൽ ഷാഫി മദ്ഹബിൽ വുദു ഔട്ടായി പോയി. എന്നാൽ വലിയവരായ അന്യവരായ സ്ത്രീ പുരുഷന്മാരുടെ തൊലി നേരം വെളുക്കോളങ്ങളെ തൊട്ടുകൊണ്ടിരുന്നാലോ ഹനഫി മദ്ഹബിൽ വുദു മുറിയുകയില്ല. നമ്മൾ പലപ്പോഴും ഹജ്ജിന് പോകുമ്പോ ഉംറയ്ക്ക് അമീറന്മാരായി പോകുമ്പോ തവാഫിൽ വുദു മുറിയാതിരിക്കാൻ നമ്മൾ ഹനഫി മദ്ഹബിനെ കൊണ്ട് തഖലീദ് ചെയ്യിപ്പിച്ചിട്ട് ഹാജിമാർക്ക് ഉംറയ്ക്ക് പോകുന്നവർക്ക് ആ മസാല പഠിപ്പിച്ചു കൊടുക്കാറാണ് പതിവുള്ളത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറഞ്ഞത് ഇഖ്തിലാഫുൽ അഇമ്മത്തി റഹ്മത്തുൽ ലിൽ ഉമ്മ, ഇമാമിങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം സമുദായത്തിന് ഖൈറേ വന്നിട്ടുള്ളൂ, സമുദായത്തിന് ദോഷം വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഒന്നാണ്, രണ്ടല്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് സ്വീകരിച്ചവരും ഷാഫി മദ്ഹബ് സ്വീകരിച്ചവരും ഹംബലി മദ്ഹബ് സ്വീകരിച്ചവരും മാലികി മദ്ഹബ് സ്വീകരിച്ചവരും ഏത് മദ്ഹബ് സ്വീകരിച്ചാലും 4 മദ്ഹബ് സ്വീകരിച്ചവരൊക്കെ സുന്നികളാണ്. അവരൊക്കെ ഒന്നാണ്, അവരൊക്കെ ഒറ്റ ശക്തിയാണ്. ആ നിരക്കുള്ള കാര്യം മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ സലാത്ത് ആര് ചൊല്ലിയാലും അതിന്റെ പ്രതിഫലമുണ്ട് കേട്ടോ.
എവിടെ വെച്ച് ചെല്ലിയാലും പ്രതിഫലമുണ്ട്. സ്വലാത്തിന്റെ കിതാബുകൾ നോക്കിയാൽ കാണാൻ ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ, ഞാൻ വലിയ സ്വലാത്ത് ചെല്ലുന്ന ആളാണെന്ന് കാണിക്കാൻ ഒരാൾ റസൂലുള്ളാഹിന്റെ സ്വലാത്ത് ചൊല്ലിയിട്ട് നാളെ മഹ്ശറയിൽ വന്നാൽ എടോ നീ സ്വലാത്ത് ചൊല്ലിയത് ജനങ്ങളെ കാണിക്കാനല്ലേ എന്ന ചോദ്യം വന്നാൽ റബ്ബവന് മാപ്പ് കൊടുക്കുക തന്നെ ചെയ്യോ. കാരണം റസൂലുള്ളാഹിന്റെ സ്വലാത്ത് ഇവരുടെ വേണ്ടി ചെല്ലിയാലും ആളെ കാണിക്കാൻ ചെല്ലിയാലും ആ സ്വലാത്തിന് കൂലിയുണ്ട് കേട്ടോ.